ദാസണ്ണ, നമ്മുടെ ബിൽഡിങ്ങിന്റെ വാസ്തു ശരിയല്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈശാനുകോണിൽ വെയിറ്റ് കൂടി പോലും. നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ മാറിയില്ലേ? നീ നിന്ന സ്ഥലമാണ് ഈശാനുകോണ്. നിന്റെ അത്രയും വെയിറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോടാ? പൈലറ്റ് ഷാജിയെ കാണുന്നില്ലല്ലോടാ. നമസ്തേ അണ്ണ. നമസ്തേ. പൈസ എവറാ? ആ PR ഹോങ്കോങ്ങിലാണെങ്കിലും ശേഷു നന്നായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡേയ് സാമ്പിൾ ഓക്കെ, പക്ഷെ ചരക്ക് എവിടെടാ? ഇത്രേ കിട്ടിയുള്ളൂ. ഡേയ് എന്താണ്, അഭിനയിക്കണോ? സത്യ. നിന്റെ മോന്തയം കത്തിച്ചു കളയും. എല്ലാം ഞാൻ ഏറ്റവും ഒന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ച് സാമ്പിളായിട്ട് വന്നിരിക്കുന്നോടാ. എന്താണ് സംഭവിച്ചത് പറയണ? സാധനമൊക്കെ കൈ കിട്ടിയതാണ്. സഡൻ ആയിട്ട് അവിടെ ഒരുത്തനെത്തി. അവനെല്ലാം തകർത്ത് കളഞ്ഞ. എല്ലാം സിനിമ സ്റ്റൈലായിരുന്ന. ആ PR കൊള്ളാം, അവന് കിട്ടുന്ന ആൾക്കാരും കൊള്ളാം. പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ വേസ്റ്റുകൾ കിട്ടുന്നത്? വെള്ളം ഒടിക്കാൻ മാത്രം കൊള്ളാം. എന്താണ് നരേന്ദ്ര നിനക്ക് പറ്റിയത്? നിന്റെ റൈറ്റ് ഹാൻഡാന്ന് പറഞ്ഞാൽ എന്റെ റൈറ്റ് ഹാൻഡ് തല്ലി ഓടിച്ചു. പോട്ടെ, 50,000 കിട്ടിയില്ലേ? പെട്രോളിന് മുടക്കിയതായി. എന്താടാ ഫീൽ ആയി പോയോ? നീ സുമോടെ താക്കോലൊക്കെ തിരിച്ചേൽപ്പിക്കും. കത്തിച്ചു കളഞ്ഞ. ആരാടാ പുതിയ നോട്ട്? ക്രാന്തി അണ്ണ. ക്രാന്തി. ആ ക്രാന്തി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മുഴുവൻ ചരക്കും പോയനെ. ഇതുപോലുള്ള ജോലിക്ക് അവനെപ്പോലെ ഒരുവനാ വേണ്ടത്. എവിടെയുണ്ട് അവനിപ്പോ? പ്രേമാലയം കണ്ടിട്ടൊരു അനാഥാലയം പോലുണ്ടല്ലോ. പെണ്ണുങ്ങളെ പൂവിച്ച് തലയിൽ വെക്കാനാന്ന് പറയാം. നിനക്കിത് എവിടെ കൊണ്ട് വെക്കാനാ? ഏതവനാണോ നീ? റാംബോ, അനാഥൻ. അപ്പൊ ഇവരൊക്കെയോ? ഐ എം ഫാദർ ദൈവസഹായം, ഇൻചാർജ്. പരലോകത്തിലിരിക്കുന്ന പരമപിതാവേ, ഈ ഒരു പാപിയെ കൂടി അങ്ങ് എടുക്കണം. മോനെ, നിന്നെ പോലുള്ളവർക്ക് ഈ പ്രേമാലയത്തിൽ സ്ഥാനമില്ല. മിനിമം നിനക്ക് അംഗവൈകല്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ താമസിപ്പിക്കാം. ഞാനിവിടെ താമസിക്കാൻ വന്നവനല്ല ഫാദർ. ഇവൻ നമ്മുടെ ക്രാന്തിയെ കാണാൻ വന്നതാ. ഓ മോനെ ക്രാന്തി, നിന്നെ തേടി ഒരു ഫ്രോഡ് വന്നിട്ടുണ്ട്. ഇത് ഫ്രോഡ് അണ്ണൻ അല്ല, ആസിഡ് ദുർഗ. ബാത്റൂം കഴുകുന്ന ആസിഡാണോ? ആസിഡ് ഓടുന്ന സിറ്റി മൊത്തം. അപ്പൊ സിറ്റിയിലുള്ള എല്ലാ ബാത്റൂമും നീയാണോ കഴുകുന്നത്? ഞാൻ കുറെ വീക്ക് ആയതുകൊണ്ട് നിന്ന് ചിലക്കാതെ കാര്യം പറയാം. എന്നെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ലേ? സാരമില്ല, അണ്ണൻ വിളിക്കുന്നത് പോവാ. അണ്ണനോ? ഏതണ്ണൻ? അണ്ണനെ അറിയത്തില്ലേ? എന്റെ അറിവിൽ തമിഴ്നാട്ടിൽ ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാതെ എല്ലാവരും അണ്ണാന്ന് വിളിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയാ അദ്ദേഹം. ഇപ്പൊ സ്വർഗത്തിലോ? അതിനുശേഷം അങ്ങനെ വിളിക്കാൻ ഒരാളും ജനിച്ചിട്ടില്ല. നീ വന്ന കാര്യം പറ. PR കഴിഞ്ഞ ശേഷമാണ് മര്യാദയ്ക്ക് വാ. വെറുതെ ഒന്നും കയറി വരില്ല, അഡ്വാൻസ് വേണം. അഡ്വാൻസോ? ഇത്രയും കാലം പണിയെടുത്തിട്ട് നമുക്ക് കിട്ടിയത് കോപ്പാ. പണി എടുക്കുന്നവന് കൊടുക്കുന്നത് ശമ്പളം, പണി എടുക്കാൻ വരുന്നവന് കൊടുക്കുന്നത് അഡ്വാൻസ്. നിനക്കറിയില്ലെങ്കിൽ അവരോട് ചോദിക്കും. എന്നാ പിന്നെ ചോദിക്കാം. ഫോൺ അവന് കൊടുക്ക. ക്രാന്തി അഡ്വാൻസ് ചോദിച്ചു കേട്ടു. ഒറ്റ ഫൈറ്റിൽ ഹീറോ ആയി പോയാ നീ. ഒറ്റ ഫൈറ്റോ? ഞാൻ ഫേമസ് ആയത് തന്നെ ഫൈറ്റിലാ. അഡ്വാൻസ് വന്നാലേ ഞാൻ വരൂ. അഡ്വാൻസ് തരായിരുന്നിട്ടും ഇന്നലെ ഫൈറ്റ് ചെയ്തോ? ഇന്നലെ നിങ്ങളുടെ ആളുകൾ കണ്ടത് ജസ്റ്റ് ട്രയൽ പാർട്ടി, ട്രെയിലർ ഫ്രീ. എന്റെ ആക്ഷൻ കാണണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കമ്പൽസറി. ഒരു പ്രാവശ്യം നിങ്ങൾ എന്റെ ആക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ വിടില്ല. അണ്ണാ, ഇവൻ നമുക്ക് പറ്റിയ ആളാ. അണ്ണാ, ടാസിന്റെ അവനൊരു ലക്ഷം കൊടുത്തേക്ക്. കൊടുത്തേക്കാം. ഞങ്ങൾക്ക് ശമ്പളം തരാൻ കള്ളനോട്ട് പോലുമില്ല, ഇവൻ അഡ്വാൻസ് കൊടുക്കണം. ഫാദറിന്റെ കൈ കൊണ്ട് കൊടുക്ക്. ഒരു മാസം ചെലവിനുണ്ടോ? ഒരു താങ്ക്സ് എങ്കിലും പറയടേ, ഇത്തിരി കൂടുതലാ. കാണിക്കേണ്ടത് വെയിറ്റാ, അല്ലാതെ ഹെഡ് വെയിറ്റ് ആയിരിക്കരുത്. ബൈ ബർത്തിൽ വേണോ അത്? അടിച്ചു നിർത്തുന്നു. വാടാ.